കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റ് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പിന്തുണ LDFനെന്ന് SDPIയുടെ നിലപാട്. BJPയെ പരാജയപ്പെടുത്തലാണ് പ്രധാന ലക്ഷ്യമെന്നും ഇക്കാര്യത്തിൽ ഗുണപരമാകുക LDF ആണെന്നും SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു. എനിക്ക് സംസാരിക്കാനുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ LDFന്റെയും UDFന്റെയും സാധാരണ പ്രവർത്തകരോടാണ്. കഴിഞ്ഞ ദിവസം SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPIയുടെ ജില്ലാ അധ്യക്ഷൻ 47 വാർഡുകളിൽ CPIMന് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് BJPയെ പരാജയപ്പെടുത്താൻ. അതേപോലെ നിരോധിത സിമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി UDFനും കോൺഗ്രസിനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരിച്ച് കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചെറുവണ്ണൂർ വെസ്റ്റിലുള്ള സൗദ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അഭിമന്യു, എറണാകുളം മഹാരാജാസ് കോളേജിലെ 1ാം വർഷ ബിരുദധാരി. ആ അഭിമന്യുവിനെ ഒറ്റ രാത്രി ഇടുക്കിയിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഒറ്റ കുത്തിന് ഇല്ലാതാക്കിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. ആ SDPI ഞങ്ങൾക്ക് വോട്ട് നൽകുമെന്ന് പറയുമ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടറി മെഹബൂബക്ക മിണ്ടുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കോഴിക്കോട്ടെ CPMനെ നിയന്ത്രിക്കുന്ന മുഹമ്മദ് റിയാസ് മിണ്ടുന്നില്ല. കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി LDFന്റെ മുസാഫർ അഹമ്മദിന് മിണ്ടാട്ടമില്ല. നടുപ്പുറത്ത് തന്നെ നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഭിമന്യുവിനെ കൊല ചെയ്തിട്ടുള്ള ഈ ഭീകരവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയണ്ടേ? നാദാപുരത്തെ ഈന്തുള്ളതിൽ ബിനു, നല്ല ചോര തെറിക്കുന്ന 21 വയസ്സുകാരനായ DYFIയുടെ തെരുവമ്പറമ്പത്ത് യൂണിറ്റ് സെക്രട്ടറി, ആ സഹോദരനെ പട്ടാപ്പകൽ കല്ലാച്ചി അങ്ങാടിയിൽ വെട്ടിനുറുക്കി ചോര പുരണ്ട വാളും മുകളിൽ പിടിച്ച് നടന്നുപോയ ആ ഭീകര സംഘടനയിലുള്ളവർ ഇന്നെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ടിലും SDPIയില്ല. ആ SDPIയുടെ പിന്തുണയാണ് ഈ ജില്ലാ CPIM ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഭീകര സംഘടനകളുമായിട്ടാണ് നിങ്ങൾ ഉറക്കം. പകൽ വെളിച്ചത്തിൽ നിങ്ങൾ CPMഉം, ഇരുട്ടത്ത് നിങ്ങൾ ഭീകര സംഘടനകളുമായിട്ട് മാറുന്നൊക്കെ അറിയാം. പക്ഷേ ഇത് തിരിച്ചറിയാനുള്ള വിവേകം കോഴിക്കോട്ടുള്ള CPIMന്റെ സാധാരണ പ്രവർത്തകർക്കുണ്ട്, കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കുണ്ട്. ഈ കോഴിക്കോടിന്റെ ഭരണം BJPയെ പരാജയപ്പെടുത്തുന്നതാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം? അല്ലെങ്കിൽ ഈ ഭീകരവാദികളുടെ വോട്ട് വാങ്ങി നാളെ ഈ മതമൗലികവാദികൾ നിയന്ത്രിക്കുന്ന പാർട്ടിയായി ഈ മുഹമ്മദ് റിയാസിന്റെ പാർട്ടി, മുസാഫർ അഹമ്മദിന്റെ പാർട്ടി, മെഹബൂബിന്റെ പാർട്ടി, അങ്ങനെയുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഈ ഭീകരവാദികളുമായിട്ടുള്ള ഇവരുടെ 2 മുന്നണികളുടെയും സന്ധിക്കെതിരെ നിങ്ങൾ ഉറച്ച തീരുമാനം ബാലറ്റ് പേപ്പറിലൂടെ എന്നെ ശ്രവിക്കുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ, സാധാരണ കോൺഗ്രസ്സുകാരൻ അതിന് മറുപടി നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്.